Greetings to all in the precious name of our Lord and Savior Jesus Christ. Isaiah chapter 9, verse 6. For to us a child is born, to us a son is given, and the government shall be upon his shoulder, and his name shall be called Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. You're all welcome in Christ's name to the Christmas Carol service of Jerusalem Mar Thoma Church, Anna Nagar, for the year 2020. All of you know that this year Christmas is celebrated in the midst of the struggles caused by the COVID pandemic. So this is the scenario in which we are today with the good news, which is fear not. As this year Christmas Carol service takes place now, I really appreciate all the choristers, for the senior and junior members, and the supportive team for their hard work, patience, and dedication to make possible this Christmas during this pandemic time. God bless you all through the service. Now, let's sing together the opening hymn, O Come, All Ye Faithful. O Come, All Ye Faithful. Jesus, to thee.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടൻ രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഞങ്ങളുടെ ഏവരുടെ രക്ഷയ്ക്കായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ സ്നേഹനിധിയാം ദൈവമേ, അങ്ങേ മഹത്വപ്പെടുത്തുവാനും അങ്ങേ ധ്യാനിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തരുന്ന എല്ലാ അവസരങ്ങൾക്കായി നിന്നെ സ്തുതിക്കുന്നു. തിരുപ്പിറവിയെ കൊണ്ടാടുന്നതായ ഈ ദിനത്തിൽ ഇടവകയായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഈ മനോഹര സുദിനത്തിൽ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അങ്ങ് ഞങ്ങളിൽ പകർന്നിരിക്കുന്ന ദിവ്യ വെളിച്ചത്തിനായി നന്ദിയോടെ സ്തോത്രം. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യപ്രകാശം ലോകത്തിലേക്ക് കടന്നു വന്നു എന്ന് വിശുദ്ധ യോഹന്നാൻ ഞങ്ങളെ ഓർപ്പിക്കുമ്പോൾ, ക്രിസ്തു ഞങ്ങളുടെ മധ്യേ വന്ന് ഉദിച്ച് ഞങ്ങളുടെ അന്ധകാര നിബിഡമായ ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകിയതായ പ്രകാശത്തിനായി നന്ദിയോടെ സ്തോത്രം. ആ പ്രകാശധാരയിൽ ഞങ്ങൾ ചലിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ഗായക സംഘത്തിനായി ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സീനിയർ ഗായക സംഘ അംഗങ്ങളെയും ജൂനിയർ ഗായക സംഘ അംഗങ്ങളെയും അവർക്ക് നേതൃത്വം കൊടുത്തവരെയും എല്ലാവരെയും തൃക്കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ക്രിസ്തുമസ് സന്ദേശം പകരുന്നതായ CGT വൈദ്യനായും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പാട്ടുകളിലൂടെ അങ്ങേ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം ഈ പാട്ട് ശ്രവിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയും സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകാരായി തീർന്ന് ചെറുതും വലുതുമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഏവരെയും കർത്താവ് കടാക്ഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യ ആലോചനയാലും സാന്നിധ്യത്താലും ഞങ്ങളെ നിറച്ചു വഴി നടത്തണമേ. ഈ ക്രിസ്മസ് കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Revered Sunil Joyachan, our main speaker for the day, Mrs. C.G. Thomas Vaidyan, IAS, and my beloved parish members. Greetings in the precious and matchless name of our Lord and Savior Jesus Christ. I am privileged to welcome you all as we are about to begin our Parish Christmas Carol Service 2020. By the grace and mercy of God,
Today, our carol service is unique since we have virtual viewing of audience from all over the world. Let me take this opportunity to welcome our vicar, Reverend Sunil Joy, for his exemplary pastoral care and ministry in leading and guiding our parish. On behalf of Jerusalem Matama Church, Annanagar, I welcome Sunil Joy Achan, Shiva Kochama, Kesia, and Jojo. Now it's my esteemed responsibility to welcome our main speaker for the carol service, Mrs. C.G. Thomas Vaidyan, IAS, a cadre of 2002 batch representing the Tamil Nadu government, who has gracefully accepted our invitation to deliver the Christmas message. Mrs. C.G. Thomas Vaidyan formerly was Commissioner of School of Education, and recently on 11th October 2020, Mrs. C.G. Thomas Vaidyan assumed new responsibility as MD of Tamil Nadu Industrial Investment Corporation, TIC. It is our pride and honor to welcome Mrs. C.G. Thomas Vaidyan as she is our own parish member, a lioness in our den, and listen to our inspiring Christmas message. It's time to welcome all our choir members, both the senior and junior, for their amazing talents and commitment for singing us Christmas melodies during this carol service. I welcome all office bearers, executive committee members, and parish members to witness a carol service where Christ is born in our hearts. Finally, on the behalf of Jerusalem Matama Church, Annanagar, I welcome each and everyone for your virtual presence, and may our Heavenly Father be with us until we finish and commit our Christmas carol service in Jesus' name. Wish you all a Merry Christmas from uncertainty to certainty. As a blessed assurance, Jesus is mine. Thank you. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയെ ഇന്ന് നാം ഇടവകയായി കൊണ്ടാടുകയാണല്ലോ. ജീവിത പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും വ്യാപിക്കപ്പെട്ട കോവിഡ് എന്ന മഹാമാരിയിൽ ജീവിതം അസ്തമിച്ചത് 15 ലക്ഷത്തിലധികം ആളുകളുടേതാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. ഇതിൻ്റെ നടുവിൽ നമ്മുടെ ജീവിതയാത്ര അഭംഗുരം തുടരുവാൻ ഇടയായിത്തീർന്നത് ദൈവത്തിൻ്റെ കരുണ മാത്രമാണ്, ഗോഡ്സ് മേഴ്സി. ആ ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് തുടർന്നും ആയുസ്, ആരോഗ്യം ദൈവത്തിൽ നിന്ന് ലഭ്യമായി ജീവിപ്പാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി ആശംസിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ ജോസഫിനോട് പറയുന്ന ശ്രദ്ധേയമായ ഒരു വചനം അതിപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്റ് മാത്യു ചാപ്റ്റർ 1:20, Joseph, son of David, do not fear to take Mary as your wife. ദാവീദിൻ്റെ മകനായ യോസഫേ, നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. ഫിയർ നോട്ട് എന്ന കരുത്തുള്ള സന്ദേശമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ദൈവത്തിൻ്റെ ഇടപെടൽ സമാരംഭിക്കുമ്പോൾ മനുഷ്യകുലത്തിന് നൽകുന്നത്. ഇത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അനുസരിച്ചാണ്. ഏകദേശം 400 വർഷങ്ങൾ നീണ്ടു നിന്ന ദൈവ നിശബ്ദതയ്ക്ക് ശാന്തത ഉണ്ടാകുമ്പോൾ ആ ശാന്തതയെ ഭഞ്ജിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ ജോസഫിനോട് പറയുന്ന ഈ വചനം ഫിയർ നോട്ട് എന്നുള്ളതാണ്. ജോസഫിനോട് പറയുകയാണ്, ഫിയർ നോട്ട് ടു ടേക്ക് മേരി ഹോം ആസ് യുവർ വൈഫ്. സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ ജോസഫിനോടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ സമാപന ഭാഗത്ത് ശിഷ്യന്മാരോടും പറയുന്നതായ ഈ വചനം ഈ കോവിഡിൻ്റെ നടുവിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ഫിയർ നോട്ട് എന്നുള്ളത് ഐ ആം വിത്ത് യു എന്നുള്ളതാണ് അതിൻ്റെ ആശയം. ഞാൻ നിന്നോടുകൂടെ എന്നാണ് വചനം പറയുന്നത്. ഇന്ത്യയിൽ കർഷകർ
തലസ്ഥാന നഗരിയെ പ്രക്ഷുബ്ധമാക്കുമ്പോൾ ഈ മരം കോച്ചുന്ന തണുപ്പിൽ അവയുയർത്തുന്ന വെല്ലുവിളികളുടെ നടുവിലും നമുക്ക് പ്രത്യാശ കണ്ടെത്താം. ഈ വചനം ഇന്ത്യ മഹാരാജ്യത്തിനുമൊക്കെ പ്രത്യാശ പകരുന്നതാകട്ടെ. കർഷകർ മാത്രമല്ല, ദരിദ്രരും ഇന്ന് സമൂഹത്തിൽ ചുറ്റുപാടും ഭവനരഹിതരായി അലയുന്നവരുമായ, ജീവിതത്തിൽ ബന്ധങ്ങളുടെ അകൽച്ചയിൽ കഴിയുന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ ദൂതൻ പറയുന്ന ശബ്ദമാണ് ഭയപ്പെടേണ്ട എന്നുള്ളത്. രണ്ട് വിഷയങ്ങളിൽ രണ്ടാമത്തത്, ഒന്ന് ഫിയർ നോട്ട് എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടു ബി വിത്ത് യുവർ ഫാമിലി എന്നുള്ളതാണ്. ടേക്ക് മേരി ഹോം ആസ് യുവർ വൈഫ്. കുടുംബത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ദർശനവും ക്രിസ്മസിൻ്റെ സന്ദേശത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ സന്ദേശം ക്രിസ്തു ലോകത്തിൽ കടന്നു വന്ന് പാപികളായ നമ്മെ വീണ്ടെടുക്കുന്നതിനാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് കുടുംബത്തെ, എൻ്റെ നിങ്ങളുടെയും കുടുംബത്തെ കൂടെ വീണ്ടെടുക്കുന്നതിനാണ്. ലോകമാകമാനമുള്ള ദൈവത്തിൻ്റെ കുടുംബത്തെ വീണ്ടെടുക്കുന്നതോടൊപ്പം തന്നെ എന്നിലും നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കുടുംബജീവൻ നയിക്കുന്ന ഏതൊരാളും അവരുടെ കുടുംബത്തെ വീണ്ടെടുക്കുവാൻ, ടു ബി വിത്ത് യുവർ ഫാമിലി, ടു ബി വിത്ത് ദ ചൈൽഡ്, ഈ കാലഘട്ടത്തിൽ ശക്തമായി ഈ വിഷയം നമ്മളിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് രണ്ട് സന്ദേശമാണ് ക്രിസ്മസിനോട് ചേർന്ന് ഈ ഇടവകയായി ഇന്നേ ദിവസം നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷനായി കൂടുമ്പോൾ ഓർപ്പിക്കാനുള്ളത്. ഒന്ന്, ഫിയർ നോട്ട് ബിക്കോസ് ഗോഡ് ഈസ് വിത്ത് അസ്, ഇമ്മാനുവേൽ, ഭയപ്പെടേണ്ട, ദൈവം നമ്മോടുകൂടെ. രണ്ടാമതായി പറയുകയാണ് ടു ബി വിത്ത് യുവർ ഫാമിലി, വിത്ത് യുവർ ദ ചൈൽഡ്. മേരിയെ നീ ചേർത്ത് കൊള്ളുവാൻ നീ ഭയക്കേണ്ട. ബന്ധങ്ങൾ അകലുന്നതായ കാലഘട്ടത്തിൽ, കുടുംബ ബന്ധങ്ങൾ ഒരുപക്ഷെ തകർച്ചയുടെ നടുവിൽ നിൽക്കുന്നതായ പലരുടെയും ജീവിതത്തിൽ ഈ ഒരു വചനം ശാന്ത നൽകട്ടെ, പ്രത്യാശ നൽകട്ടെ എന്ന് പറയുന്നു. ഇത് ക്രിസ്മസിൻ്റെ സന്ദേശം കൂടെയാണ്. അതുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ ഈ കൂടിവരവ് ഇത്തരത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം. ഒരിക്കലൂടെ ഗായക സംഘാംഗങ്ങൾക്കും ഇത് പങ്കാളികളാകുന്നവർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ സമാധാനം, ഫിയർ നോട്ട് ആൻഡ് ടു ബി വിത്ത് യുവർ ഫാമിലി, ഈ വലിയ രണ്ട് സന്ദേശങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസും പുതുവർഷ ശുശ്രൂഷകളും പുതുവർഷത്തിൽ നമ്മുടെ ജീവിതവും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തിൻ്റെ കൂരിരുൾ പാടെ മാറ്റിയ ആ സ്നേഹം, ലോകത്തിൻ ഭീതികളെ അകറ്റിയ ആ മന്ദസ്മിതം, നമുക്കും പാടാം സ്തുതിയിൻ ആനന്ദഗീതങ്ങൾ. ഏലു എൽസ കുര്യൻ്റെ വരികൾക്ക് സംഗീതം ചിട്ടപ്പെടുത്തിയത് റൂബൻ ഫിലിപ്പ് എബ്രഹാം. ഈ രാവിൽ ഈ പൊന്നിലാവിൽ.
The angel of the Lord told Joseph in Matthew 1:21, "She will give birth to a son, and you will give to him the name Jesus, because he will save his people from their sins." With a gentle sway, the song Tiny Baby, Love Divine, a Christmas original by John Bessing and Nancy Price, lilts its way into the listeners' hearts. From prophecy to fulfillment, the incarnation is portrayed in profound simplicity. Tiny Baby, Love Divine. Men of old had foretold the Messiah would one day appear. Through the night shines a light as a sign that we find He is here. In a stable there is a mother fair, humming a lullaby. Safe from harm in her arms is the child who has come from on high. Tiny baby, love divine, gift of God to humankind, born on earth of humble birth, to dwell with us, to be our Lord and Savior. Baby boy, Mary's joy, we have waited so long for this night. Waited so long for this night. Now we see and believe you have come to make everything right. You will make everything right. While the angels sing for the newborn King, high in the heavens above. With one voice we rejoice for the wonderful gift of God's love. Peace and ഒന്നാം പാഠമായി നിശ്ചയിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 7 വരെ ഉള്ള വാക്യങ്ങൾ. ഐസയ ചാപ്റ്റർ 9 വേഴ്സസ് 1-7. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും
പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തു വരുന്നവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്നു. സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുഹവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവൻ്റെ വടിയും മിഥ്യാൻ്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരിപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ തീക്കിരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നു പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ഇവിടെ 1-ാം പാഠം അവസാനിക്കുന്നു. A very good evening to our apachas, amachis, uncles, aunties, and dear friends. Let me first start by thanking our Lord Jesus Christ for giving us another opportunity to come together as the junior choir of the Jerusalem Martoma Church, Ananagar, for this year's carol service through this virtual platform. You would all agree with me that the year 2020 has been rather unique. Online classes, online Sunday school, online worship services, and of course, online junior choir practices. It definitely was a very different experience having Sally Amici singing to us from across a screen. And this year, she had a very able assistant, our dear Ria Chechi. Thank you, Sally Amici and Ria Chechi, for your patience and effort in teaching us online and coordinating to get all the videos and audios in time. We enjoyed the practice sessions but definitely missed the samosas, cakes, and yummy snacks and our Christmas gifts too. At this time, we would like to specially thank Suniljoy Achin and the church committee for allowing us to use this Zoom platform for our practices. A big thank you to Mervyn Thomas Achacha and his team for the tracks, recordings, and mixing all our audios and videos. So hope you enjoy our singing, and here's wishing you all a joyous Christmas and a healthier, brighter, and blessed New Year 2021. Thank you. You know Dasher and Dancer and Prancer and Vixen, Comet and Cupid and Donner and Blitzen. But do you recall the most famous reindeer of all? Rudolph the red-nosed reindeer had a very shiny nose, and if you ever saw it, you would even say
Christmas is a time. Christmas is a time. Christmas is a time to love. Christmas is a time. Christmas is a time. Christmas is a time to love. Christmas is a time. Christmas is a time. Christmas is a time to love. Christmas is a time. Christmas is a time. Christmas is a time to love. We often start to worry and people get upset if things don't go all right on Christmas Day. What we should remember in all the push and shove is Christmas is a time to love. Christmas is a time. Christmas is a time. Christmas is a time to love. Christmas is a time. Christmas is a time. Christmas is a time to love. Maybe things don't sound right or look the way they should, and maybe they're not perfectly in tune. It really doesn't matter. Let's keep our eyes above, 'cause Christmas is a time to love. Christmas is a time. Christmas is a time. Christmas is a time to love. Christmas is a time. Christmas is a time. Christmas is a time to love. Christmas is a time. Christmas is a time. Christmas is a time to love. Christmas is a time. Christmas is a time. Christmas is a time to The second lesson is taken from St. Luke, chapter 2, verses 1 to 14. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെ. ആ കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചാർത്തേണം എന്ന് ഒസ്തുസ് കൈസരുടെ ഒരാജ്ഞ പുറപ്പെട്ടു. കുറേനിയോസ് സുറിയനാട് മാടുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തിലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താൻ തൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസഫും ദാവീദിൻ്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ള അവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ടു. യഹൂദിയയിൽ ബേത്ലഹേം എന്ന ദാവീദ് പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലോൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊഴുത്തിൽ കിടത്തി. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടുംകൂട്ടത്തെ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി.
അവർ ഭയപ്രവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവിനെ ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇവിടെ രണ്ടാം പാഠം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. വിദ്വാൻമാരുടെ ഈ യാത്രയിൽ അവരോടൊപ്പം പോയ ആ അശ്വങ്ങൾ, അവർ അറിഞ്ഞിരുന്നുവോ ആ യാത്രയുടെ ലക്ഷ്യം? ആ യാത്രയ്ക്ക് മാർഗം തെളിച്ച ആ ദിവ്യ നക്ഷത്രം അറിഞ്ഞിരുന്നുവോ ആ വിദ്വർ മൂവരെ? നമുക്കും ചോദിക്കാം, ഉത്തരങ്ങൾക്കായി കാതോർക്കാം. അഡ്വക്കേറ്റ് സൂസൻ ജോർജിന്റെ വരികൾക്ക് എബ്രഹാം ജോർജ് അഞ്ചേരി ഈണം നൽകിയിരിക്കുന്നു. മേടയൻ മോടിയാം അശ്വങ്ങളെ. Child was prophesied in Isaiah 9:6, who would be called Wonderful, Counselor, the Everlasting Father, the Almighty God. We celebrate the birth of our Savior with this bright anthem written and put to tune by Pepper Choplin, presenting Unto Us a Child is Born. Unto us a child is born, unto us a son is given, for unto us a child is born, unto us a son is given, a son is given. Unto us a child is born, unto us a son is given, for unto us a child is born, unto us a son is given, a son is given. His name is Wonderful Counselor, the Everlasting Father. He is Wonderful Counselor, the Almighty God.
name is Wonderful Counselor. The everlasting Father, He is Wonderful Counselor. The Almighty God, Almighty God. The Prince of Wonderful Counselor, the Prince of Wonderful Counselor, the Prince of Peace. Unto us a child is born, unto us a son is given, for unto us a child is born, unto us a son is given, a son is given. Unto us a child is born, unto us a son is given, for unto us a child is born, unto us a son is given, a son is given. His name is Wonderful Counselor, the everlasting Father, He is Wonderful Counselor, the Almighty God, Almighty God. For unto us a child is born, unto us a son is given, for unto us a child is born, unto us a son is given, a son is given, a son is given, unto us a child is born. And when His holy kingdom shall descend, peace and justice shall not end. Veiled in flesh He comes to dwell, God with us, Emmanuel. He shall reign forevermore, King of kings and Lord of lords. Unto us a child is born, unto us a son is given, unto us a child is born, a child is born. The third lesson is taken from the Gospel of John, chapter 1, verses 1 to 15. The Gospel of John, chapter 1, verses 1 to 15. In the beginning was the Word, and the Word was with God, and the Word was God. He was with God in the beginning. Through Him all things were made. Without Him nothing was made that has been made. In Him was life, and that life was the light of men. The light shines in the darkness, but the darkness has not understood it. There came a man who was sent from God. His name was John. He came as a witness to testify concerning that light, so that through him all men might believe. He himself was not the light. He came only as a witness to the light. The true light that gives light to every man was coming into the world. He was in the world, and though the world was made through him, the world did not recognize him. He came to that which was his own, but his own did not receive him. Yet to all who received him, to those who believed in his name, he gave the right to become children of God. Children born not of natural descent, nor of human decision or a husband's will, but born of God. The Word became flesh and made his dwelling among us. We have seen his glory, the glory of the one and only who came from the Father, full of grace and truth. John testifies concerning him. He cries out, saying, "This was he of whom I said, 'He who comes after me has surpassed me, because he was before me.'" Here ends the Bible reading. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ,
ഈ കോവിഡ് കാലത്തിലും കർത്താവെ ആരോഗ്യത്തോടെ ഞങ്ങളെ ഈ ക്രിസ്മസിന് ഒരുമിച്ച് കൊണ്ടുവന്നതിൻ്റെ മഹാകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും പരിശുദ്ധത പരിപാലിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകൾ കണക്കെടുക്കാതെ കർത്താവെ നിന്റെ മഹത്വത്തിനായിട്ട് നീ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ബഹുമാനപ്പെട്ട സുനിൽ ജോയ് അച്ഛൻ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഇടവകയുടെ ചുമതല വഹിക്കുന്ന ബഹുമാനത്തെ, പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, ഇത് നമ്മൾക്കെല്ലാവർക്കും ആദ്യത്തെ ഇലക്ട്രോണിക് കാരോൾ സർവീസാണ്. നിങ്ങളെപ്പോലെ തന്നെ സമ്മിശ്ര വികാരങ്ങളോടുകൂടിയാണ് ഞാനും ഇതിൽ പങ്കെടുക്കുന്നത്. ക്രിസ്മസ് ഇസ് ക്രിസ്മസ്. എങ്ങനെ അത് ആഘോഷിച്ചാലും നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷപരിപൂർണമായ ക്രിസ്മസ് ആശംസകൾ ആദ്യമേ നേരട്ടെ. ഈ മനോഹരമായ സംഗീത സദ്യ ഒരുക്കിയ, അതിൽ ഇപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛനടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉള്ള അഭിനന്ദനം ആദ്യമേ അറിയിക്കട്ടെ. ഇതിൽ ഭാഗവാക്കാകുവാൻ എനിക്കൊരവസരം നൽകിയ പ്രിയപ്പെട്ട അച്ഛനോടുള്ള കടപ്പാടും ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമുക്ക് ഈ കോവിഡ് കാരണം കുറേയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഫിസിക്കൽ ഡിസ്റ്റൻസിങ്, ഇത് കാരണം പ്രിയപ്പെട്ടവരുടെ കൂടെ നമുക്ക് പോയി ഇരിക്കുവാൻ പറ്റുന്നില്ല. അവരുടെ സങ്കടത്തിലോ സുഖത്തിലോ അവരുടെ കല്യാണത്തിനോ മരണത്തിനോ ഒന്നിനും നമുക്ക് പങ്കെടുക്കുവാൻ പറ്റുന്നില്ല. ക്ലീനിങ് ഹാൻഡ്സ്, സോപ്പും സാനിറ്റൈസറും വെള്ളവും എല്ലാം അറേഞ്ച് ചെയ്ത് അത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ക്ലീനായിട്ട് വെക്കണ്ട നമ്മൾ ചെയ്ത് നമ്മൾ തളർന്നു. വെയറിങ് മാസ്ക്, ഭക്ഷണവും ഭാഷണവും പ്രിയമായി വെച്ചിരിക്കുന്ന മലയാളിക്ക് മാസ്ക് വെയർ ചെയ്യുന്നത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് ഇങ്ങനെ വ്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? നമ്മളെല്ലാവരും ഒരു ന്യൂ നോർമലിനോട് പൊരുത്തപ്പെടുവാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് മുന്നോട്ട് ജീവിക്കുകയാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്. അതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. What can be a different viewpoint about physical distancing, about wearing a mask, about washing your hands? Can it be keeping away from evil, controlling your impulses, and having a clean heart? That is too far-fetched. ഇത് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞതാണ്. അമ്മേ, ദിസ് ഇസ് ടു ഫാർ-ഫെച്ച്ഡ്. ഇങ്ങനത്തെ ഇൻ്റർപ്രിട്ടേഷൻ ഇസ് നോട്ട് റിയലിസ്റ്റിക് അറ്റ് ഓൾ. എംപറേഴ്സ് ന്യൂ ഗ്രോവ് എന്നൊരു കാർട്ടൂൺ മൂവിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവിടെ ക്രോങ്ക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ക്രോങ്ക് ഒരു ഭൃത്യനാണ് ആ മൂവിയിലെ ഒരു വിച്ച്, ഒരു യജമാനത്തിയായിരിക്കുന്ന വിച്ചിന് ഒരു ഭൃത്യനാണ് ക്രോങ്ക്. ക്രോങ്ക് അതികായനാണ്, അതിമിടുക്കനാണ്, വളരെ ലോയലാണ്. യജമാനത്തിയെപ്പറ്റി ടോട്ടലി നോൺ ജഡ്ജ്മെൻ്റലാണ്. യജമാനത്തി പറയുന്നതെല്ലാം സാധിച്ചു കൊടുക്കണം എന്ന് വളരെ അടിയുറച്ച് ശ്രമിക്കുന്ന ആളുമാണ്. പക്ഷെങ്കിൽ ക്രോങ്കിൻ്റെ യജമാനത്തിക്ക് നല്ല ഒരു തീരുമാനങ്ങളും നല്ല മനസ്സോ ഇല്ല, ഒരു പരിശുദ്ധതയില്ല. ക്രോങ്കിന് നല്ല മനസ്സുണ്ട്. അപ്പം ഈ മൂവിക്കകത്ത് എപ്പോഴും എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ക്രോങ്കിന് എപ്പോഴും ഒരു ചിന്താക്കുഴപ്പമാണ്, ഒരു കോൺഫ്ലിക്റ്റ്. ക്രോങ്കിൻ്റെ റൈറ്റ് ഷോൾഡറിൽ ഒരു വെളുത്ത ദൂതനും ഒരു ലെഫ്റ്റ് ഷോൾഡറിൽ ഒരു കറുത്ത ദൂതനും എപ്പോഴും ഇരുന്ന് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. കറുത്ത ദൂതൻ യജമാനത്തി ചെയ്യാൻ പറയുന്നു. വെളുത്ത ദൂതൻ ക്രോങ്കിന് നന്മയെന്ന് തോന്നുന്ന കാര്യം മനസാക്ഷിക്കനുസരിച്ച് പറയുന്നു. വെളുത്ത ദൂതൻ പറഞ്ഞത് കേട്ടാൽ ലോകത്തിന് നന്മ വരും, കറുത്ത ദൂതൻ പറയുന്നത് കേട്ടാൽ ലോകത്തിന് നാശനഷ്ടങ്ങൾ സംഭവിക്കും. ക്രോങ്ക് എന്താണ് ചെയ്യുന്നത്? കറുത്ത ദൂതൻ പറയുമ്പോഴെല്ലാം ഹി വിൽ കൺട്രോൾ ഹിസ് ഇമ്പൾസ്.
വെളുത്ത ദൂതൻ പറയുമ്പോൾ ക്രോങ്ക് അത് ഫോളോ ചെയ്യും. അങ്ങനെ ക്രോങ്ക് പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 3 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ക്രോങ്ക് വളരെ ആത്മാർത്ഥമായിട്ട് യജമാനത്തിയെ സുരക്ഷിതയായിട്ടും വളരെ സ്നേഹത്തോടെയും സഹയാത്രികനായി കൊണ്ടുപോകുന്നു. 2, ക്രോങ്കിൻ്റെ പ്രവൃത്തികളെല്ലാം ലോകത്തിന് നന്മയുണ്ടാക്കുന്നതാകുന്നു. പെയ്യെ ഇങ്ങനെ ആകുമ്പോൾ ക്രോങ്ക് കറുത്ത ദൂതൻ പറയുന്നത് ഒന്നും കേൾക്കാതെ വെളുത്ത ദൂതൻ മാത്രം പറയുന്നത് കേൾക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കറുത്ത ദൂതൻ ക്രോങ്കിനെ ഉപേക്ഷിച്ച് പോവുകയാണ്. 3, ക്രോങ്കിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നല്ല നല്ല ഫലങ്ങൾ അനുഭവിച്ച് യജമാനത്തെയും നല്ല പാതയിലേക്ക് തിരിച്ചു വരുന്നു. ഇതിൽ ക്രോങ്ക് വലിയൊരു ഫിലോസഫറായിട്ടോ വലിയൊരു ദൗത്യ നടത്തി കൊടുക്കുന്ന ആളായിട്ടോ വലിയ ലീഡർഷിപ്പ് ഒന്നുമേ കാണിക്കുന്നില്ല. പക്ഷെ ക്രോങ്ക് ഇസ് എ പേഴ്സൺ ഹു ട്രാൻസ്ഫോംസ് ദ സിറ്റുവേഷൻ ഇൻ ദ മൂവി ഓൺലി ബൈ കൺട്രോളിങ് ഹിസ് ഇമ്പൾസ്. ആ കറുത്ത ദൂതൻ പറയുമ്പം ഉടനെ ചാടി അത് ചെയ്യാതിരുന്നു ക്രോങ്ക് അത് സാധിക്കുകയാണ്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ the correct thing or the right thing to do and the conflict between what the world would like us to do. ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് നമ്മൾ റിസോൾവ് ചെയ്യുന്നത്? ഓർ വാട്ട് അവർ ഇമ്പൾസ് വുഡ് ലൈക്ക് us to do. ഇതെങ്ങനെയാണ് നമ്മൾ റിസോൾവ് ചെയ്യുന്നതെന്നാണ് നമ്മളുടെ വേൾഡിനോടുള്ള കോൺട്രിബ്യൂഷൻ മുഴുവൻ ഇരിക്കുന്നത്. ക്രിസ്മസ് കഥയിലെ ഏറ്റവും മുഖ്യമായ 2 കഥാപാത്രങ്ങളാണ് ജോസഫും മേരിയും. അവരെങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റ് അവരുടെ ജീവിതത്തിൽ റിസോൾവ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. മേരി 14-15 വയസ്സുള്ള ഒരു ബാലികയായിരുന്നപ്പോൾ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം, ദൈവത്തിൻ്റെ പുത്രന് നീ ജന്മം കൊടുക്കാൻ പോകുന്നുവെന്ന് അറിയിക്കുകയാണ്. മേരി അതെങ്ങനെ സംഭവിക്കും എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഇസ് എ വെരി ഇന്നസെൻറ്റ് ക്വസ്റ്റ്യൻ. അതിനകത്ത് സംശയമോ വിശ്വാസക്കുറവോ ഇല്ല. അത് മനസ്സിലാക്കാനുള്ള ക്യൂരിയോസിറ്റി മാത്രമേ ഉള്ളൂ. ദൂതൻ അത് പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിച്ച് പ്രസവിക്കും എന്നുള്ളത് വെളിപ്പെടുത്തി കഴിയുമ്പോൾ, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് 14 വയസ്സുള്ളൊരു കുട്ടി മറുപടി പറയുക. അപ്പം നമ്മൾ എന്ത് വിചാരിക്കും? ആ കുട്ടിക്കൊന്നും മനസ്സിലായിട്ടില്ല, ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അതങ്ങനെ റിയാക്ട് ചെയ്തത് എന്ന് വിചാരിക്കും. ആ വിചാരമെല്ലാം ഒരു 10 വാക്യം കഴിയുമ്പോൾ നമുക്ക് പമ്പ കിടക്കും. വിശുദ്ധ കന്യാമറിയാമിൻ്റെ പാട്ടെന്ന് പറഞ്ഞ് ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും വലിയൊരു വിശ്വാസ പ്രമാണമാണ് കന്യാമറിയാം എലിസബത്തിൻ്റെ അടുത്ത് പോയി നടത്തുന്നത്. കർത്താവിനെ മഹിമപ്പെടുത്തുന്നതിനെയും മനസ്സ് ഉല്ലസിക്കുന്നതിനെയും താഴ്ച കടാക്ഷിച്ചിരിക്കുന്നതിനെ പറ്റിയും ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് ഒരു 15 വയസ്സുകാരി 14 വയസ്സുകാരി ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്. എന്ത് ആഴമായ മനസ്സിലാക്കുക! വാട്ട് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്. എവിടെ നിന്നാണ് ആ അണ്ടർസ്റ്റാൻഡിങ് വന്നത്? എ പ്യൂർ ഹാർട്ട്, ക്ലീൻ ഹാൻഡ്സ്, ശുദ്ധമായ കരങ്ങൾ, ശുദ്ധമായ പ്രവൃത്തികൾ, ശുദ്ധമായ മനസ്സ്. അത് എവിടെ നിന്നാണ് വന്നത്? ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം. അപ്പം മറിയയുടെ ജീവിതത്തിൽ നോക്കിയാൽ, മറിയയുടെ ലോകത്ത് ആ കറുത്ത ദൂതൻ ഒരു ക്യാരക്ടറെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. വെളുത്ത ദൂതൻ മാത്രമേ ഉള്ളൂ ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയോ പ്ലാനോ വെളിപ്പെടുത്തുകളോ ഒന്നും സംശയിക്കേണ്ട ഒരു സംശയത്തിൻ്റെ ഒരു ലാഞ്ചന പോലും മറിയയുടെ മനസ്സിലില്ല. ഇത് നമുക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഹൈൻസൈറ്റ് ഇത് വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. പക്ഷെങ്കിൽ ഇതേ വർത്തമാനം ദൂതൻ സെക്കരിയാവിനോട് പറഞ്ഞപ്പോൾ സെക്കരിയാവ് പരിഭ്രമിക്കുകയും സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. ദൈവം വളരെ സെക്കരിയാവിന് ഒരു വലിയ ദൗത്യം നടത്തിയെടുക്കുവാനുള്ള പരിപൂർണമായ
മാനസികമായ വില്ലിങ്നെസ് വരുന്നിടം വരെ സക്കറിയാവിൻ്റെ മൗത്ത് അങ്ങ് കവർ ചെയ്യുകയാണ്, ഉമ്മനാക്കുകയാണ് 9 മാസം. ടൈം ഫോർ സെക്കറിയാവ് ടു റിഫ്ലക്റ്റ് ആൻഡ് റിയലൈസ് ഹിസ് റോൾ ഇൻ ദ ബിഗ് മിഷൻ that God had planned with him. ഇതേ കാര്യം എലിസബത്ത്, സക്കറിയാവിൻ്റെ ഭാര്യ, 5 മാസം ഒളിച്ചു പാർത്തു എന്നാണ് പറയുന്നത്. മറിയ 15 വയസ്സുള്ള ബാലിക 70 വയസ്സുള്ള ഒരു അമ്മച്ചിയെ കാണാൻ വരുമ്പോഴാണ് എലിസബത്തിന് മാനം വന്നത്. ദൂതൻ ഇതുപോലെ തന്നെ ഒരു വർത്തമാനം അബ്രഹാമിൻ്റെ ഭാര്യ സാറായി ഇരിക്കുമ്പോൾ പറഞ്ഞപ്പോൾ സാറ ചിരിച്ചു. സാറയ്ക്കത് വിശ്വാസയോഗ്യമായി തോന്നിയില്ല. ഇപ്പോൾ സാധാരണ മനുഷ്യർക്ക് വിശ്വസിക്കാൻ വയ്യാത്ത, ലോക അപവാദം ഭയപ്പെടുന്ന മനുഷ്യരെ വളരെ ചഞ്ചല ചിത്തരാക്കുന്ന ഒരു സത്യമാണ് ദൂതൻ മറിയയോട് പറഞ്ഞത്. 14 വയസ്സിൽ അതിൻ്റെ ഫുൾ ഡെപ്തിൽ ഇത് മനസ്സിലാക്കുവാനും അത് അംഗീകരിക്കുവാനും അത് സെലിബ്രേറ്റ് ചെയ്യാനും മറിയയ്ക്ക് മനസ്സിൻ്റെ പരിശുദ്ധതയുണ്ടായിരുന്നു. കരങ്ങൾ ശുദ്ധമായിരുന്നു. ജോസഫിൻ്റെ കാര്യം എടുത്താലോ? ജോസഫ് ലോകാപവാദം ഭയന്ന ഒരു വ്യക്തിയായിരുന്നു. മറിയുമായിട്ട് കല്യാണം ആലോചിച്ചിരുന്നപ്പോഴും മറിയയ്ക്ക് ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നതെന്നറിഞ്ഞപ്പോൾ നീതിമാനായ ജോസഫ് ആരും അറിയാതെ ഗൂഢമായിട്ട് മറിയയെ ഉപേക്ഷിച്ചിട്ട് ജീവിക്കാമെന്ന് കരുതി ഉറങ്ങാൻ കിടന്നു. അപ്പോൾ സ്വപ്നത്തിലൊരു ദൂതൻ പ്രത്യക്ഷനായി ജോസഫിന് വെളിപ്പെടുത്തി മറിയെ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ദൈവപുത്രനാണെന്ന്. ആ നിമിഷം ആ കറുത്ത ദൂതൻ ജോസഫിൻ്റെ തോളത്തൊന്ന് പറന്നുപോയി. ജോസഫിന് ദൈവത്തിൻ്റെ വലിയ രക്ഷണ പ്രവർത്തനത്തിൽ തൻ്റെ റോള് കംപ്ലീറ്റ്ലി മനസ്സിലായി. ജോസഫ് ഒന്നും സംസാരിച്ചതായിട്ട് വേദപുസ്തകത്തിൽ ഒരിടത്തും റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷെ ജോസഫിൻ്റെ സൈലൻസ് വാസ് ദ മോസ്റ്റ് പ്രോആക്റ്റീവ് സൈലൻസ്. ജോസഫ് എഴുന്നേറ്റ് മറിയയെ ഭാര്യയായി ചേർത്തുകൊണ്ട് കുഞ്ഞിന് ജന്മം നൽകുന്നിടം വരെ വളരെ കെയർഫുള്ളായിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ വെച്ച് പരിപാലിച്ച് കുഞ്ഞിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്ത് ഈജിപ്തിൽ കൊണ്ടുപോയി തിരിച്ച് നസറത്തിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ പരിപാലിച്ച് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലം വരെ യേശുക്രിസ്തുവിന് തണലായി നിന്ന ഒരു അപ്പനായി തീർന്നു ജോസഫ്. വാട്ട് എ ബ്യൂട്ടിഫുൾ proactive silence. സഹയാത്രികനായിട്ട്, ദൈവപുത്രൻ്റെ സഹയാത്രികനായിട്ട്, എന്നാൽ ഒരപ്പൻ്റെ റോളും എടുത്ത് പരിശുദ്ധതയോടെ ജോസഫ് ജീവിച്ചു. ഇവർക്ക് 2 പേർക്കും, ജോസഫിനും മറിയയ്ക്കും, ദോഷം എങ്ങനെ മാറി നിന്നു? ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ലോകത്തിന് അപവാദം വരുന്ന ഒരു കാര്യം നടക്കുമ്പോൾ പോലും ദേ ഒബ്സർവ്ഡ് ഓൾ ദ റൂൾസ്. സോഷ്യൽ റൂൾസ് ആണെങ്കിലും പരിച്ഛേദനയെ സംബന്ധിച്ചുള്ളതാണെങ്കിലും കല്യാണത്തെ സംബന്ധിച്ചിടത്തോളതാണെങ്കിലും എല്ലാം അവർ ഫോളോ ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ റൂൾസ് എല്ലാം അവർ ഫോളോ ചെയ്തു. രണ്ടാമത്തത് താഴ്ചയെ അവർ എംബ്രേസ് ചെയ്തു. അതുകൊണ്ടായിരിക്കണം ആ കുഞ്ഞ് രക്ഷപ്പെട്ടത്. അവർ വലിയൊരു ഉയർന്ന സ്ഥലത്ത് ഒരു സത്രത്തിൽ അവർക്കിടം കിട്ടിയായിരുന്നെങ്കിൽ, അല്ലെ അതിനുവേണ്ടി അവർ പൊരുതിയായിരുന്നെങ്കിൽ, ഒരുപക്ഷെ യേശു കുഞ്ഞിൻ്റെ ജീവൻ പോലും രക്ഷപ്പെടത്തില്ലായിരുന്നു. ജോസഫ് ആൻഡ് മേരി കോൺഷ്യസ് ആയിട്ട് വളരെ ഓപ്പൺ ഹാർട്ട് ആൻഡ് ഹാപ്പി ഹാർട്ടോടുകൂടി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്തതുകൊണ്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. ലോകത്തിനൊരു രക്ഷകൻ കിട്ടി. എന്ന് മാത്രമല്ല, അവർക്ക് ആവശ്യമായുള്ള സമ്പത്ത് കിഴക്ക് വന്ന വിദ്വാൻമാരുടെ കയ്യിൽ ദൈവം കൊടുത്തയച്ചു. ആ വിദ്വാൻമാരെ വേറെ വഴിയാക്കി തിരിച്ചു വിട്ടു ദൈവം. ജോസഫിനോടൊരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മറിയയും കൊണ്ട് ഈജിപ്തിലേക്ക് പോയിക്കോളൂ എന്നുള്ളൊരു മെസ്സേജും കൊടുത്തു. അപ്പം ദോഷത്തിൽ നിന്ന് പരിശുദ്ധത ഹൃദയമുള്ള ആളുകളെ ദൈവം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും ഇൻ വെരി വെരി മിറാക്കുലസ് വേസ്. അവരെങ്ങനെയാണ് ഇമ്പൾസ് കൺട്രോൾ ചെയ്തതെന്നൊരു ക്വസ്റ്റ്യൻ വരുന്നു. അവർക്ക് ഇമ്പൾസ് കൺട്രോൾ എന്നുള്ള പ്രോബ്ലമേ ഇല്ല. ക്രോങ്കിൻ്റെ പോലെ ഒരു കറുത്ത ദൂതൻ അവിടെ ഇരുന്ന് അവരോടൊന്നും സംവാദിക്കുന്നേ ഇല്ല. അവരുടെ ലോകത്തിൽ വെളുത്ത ദൂതൻ മാത്രമേ ഉള്ളൂ. സോ അവർക്ക് ഒരു തെറ്റായ ഇമ്പൾസീവ് റിയാക്ഷൻ അവർക്ക് 2 പേർക്കും വരുന്നില്ല.
ഇതൊരു അൺബിലീവബിൾ തിങ്കാണ്. ഒരു സാധാരണ മനുഷ്യന് ഈ സംഭവങ്ങൾ, ജോസഫിനും മറിയയ്ക്കും ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ നടന്നതായിരുന്നെങ്കിൽ എത്ര ഡിഫറെൻ്റ് ആയിരുന്നേനെ അതിൻ്റെ ഔട്ട്കം. വലിയ ദൗത്യങ്ങൾ ചെയ്യുവാൻ ദൈവം എപ്പോഴും ശുദ്ധമായ കരങ്ങളും പരിശുദ്ധതയുള്ള ഹൃദയവുമുള്ളവരെ തിരഞ്ഞെടുക്കുന്നു. അവരെ അൺബിലീവബിൾ വേയിൽ കാത്തുകൊള്ളുന്നു. അവരുടെ ആ പരിശുദ്ധത, ആ വലിയ ദൗത്യം ചെയ്യാനുള്ള എല്ലാ ത്രാണിയും ശക്തിയും ചിന്തയും വിഷനും അവരിൽ നിറയ്ക്കുന്നു. ഈ കോവിഡ് കാലത്തിൽ നമ്മൾക്ക് അങ്ങനെ ഒരു പരിശുദ്ധതയെ എംബ്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാനിയേലിൻ്റെ സിംഹക്കുഴിയിൽ സിംഹങ്ങളുടെ വായ അതിഭക്ഷണത്തിൽ നിന്ന് റെസ്ട്രെയിൻ ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ ദൂതൻ അടച്ചു കഴിഞ്ഞു. ദാനിയേലിനെ ദോഷത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. സെക്കരിയാവിൻ്റെ വായ സെക്കരിയാവിന് യോഹന്നാനെ അക്സെപ്റ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനുമുള്ള കംപ്ലീറ്റ് പീസ് ആൻഡ് പക്വത വരുന്നിടം വരെ ദൈവം വായ മൂടിക്കളഞ്ഞു. നമ്മുടെ വായ നമ്മൾ മാസ്ക് വെച്ച് മൂടുമ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് നമ്മുടെ തോളത്തിരിക്കുന്ന ആ കറുത്ത ദൂതനെ എന്നേക്കുമായിട്ട് ഓടിക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ? നമുക്കത് സാധിക്കുന്നുണ്ടോ? അത് സാധിച്ചാൽ മാത്രമേ ഈ കോവിഡ് കാലത്തിൽ നമ്മൾക്ക് ഒരു 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 ഡിഫറെൻറ്റ് ഫീലിംഗ്, ഒരു ഡിഫറെൻറ്റ് വ്യൂ പോയിൻ്റ് സ്വന്തമാകത്തുള്ളൂ. അതെങ്ങനെ സാധിക്കും? അതിൻ്റെ മൂലതന്തു എന്താണ്? യു ഷുഡ് ഹാവ് എ പ്യുവർ ഹാർട്ട്, പ്യുവർ തോട്ട്, പ്യുവർ ആക്ഷൻസ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് വാഷിംഗ് ഹാൻഡ്സ്. നമുക്കെല്ലാവർക്കും ഈ ക്രിസ്മസ് കാലത്തിലും മുന്നോട്ടുള്ള ജീവിതത്തിലും ഈ കറുത്ത ദൂതനെ ഓടിക്കാൻ കഴിയട്ടെ, ഈ വെളുത്ത ദൂതനെ മാറോടണയ്ക്കാൻ കഴിയട്ടെ. നമ്മൾക്ക് ജോസഫും മേരിയും അവരുടെ ജീവിതത്തിൽ കാണിച്ചു തന്ന പരിശുദ്ധത എംബ്രേസ് ചെയ്യാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. Respected Vicar and President Reverend Sunil Joy, Honorable Speaker of the Day, Mrs. C.G. Vaidyan, IAS, guest viewers, beloved members of the parish. First of all, let us thank the one who made it possible for this celebration for all of us year after year, and most specifically today. By his birth, this wonderful Counselor, mighty God, everlasting Father, Prince of Peace, Jesus Christ, made it possible for us all to assemble here and celebrate his birthday. Let his name be praised, let his name be blessed now and for generations to come. With his birth, God Almighty seems to have said, mankind was my business. Charity, mercy, forbearance, and benevolence were all my business. Thank God and praise God. Going forward now, we had an enjoyable evening with Jerusalem Marthoma Church Carol Service of 2020 with good Bible readings, caroling, and a thought-provoking message from Mrs. C.G. Vaidyan, IAS. We thank all who made it possible for you to watch and enjoy it from wherever you are. Special mention is being made on the contribution of our choir and their excellent caroling today. These were challenging times for the choir members without their practice sessions, usually held for long hours at the church, months before the Christmas time. The choir practices
for the Carol Service 2020 were made mostly on remote mode in Zoom platform. The senior choir was under the leadership of Mr. Vishak Kurian Patasheri and Mr. Mervyn Joseph, under the able guidance of our patriarch choir master, Mr. A.B. Abraham. The junior choir was led by Mrs. Sally George with the able assistance of Miss Ria John. Most of the audio recordings, the mixing and editing were done at Odophile Recording Company of our Mervyn T. Thomas and his team. Few of the choristers contributed with their voices, which were recorded at their homes. The video recordings and editing were also facilitated by Mr. Mervyn Thomas and his team. The church acknowledges the absence of some of the key choir members who found it difficult to be part of the choir during these trying times. So one would agree this year's undertaking were quite novel, but exceedingly challenging. Our compliments to each and every choir member, and congratulations for the fabulous show. Thank you, A.B., Vishak, Mervyn Joe, Mervyn Thomas, and his team. It was marvelous. God bless you all. Thank you, Sally Auntie and Ria, for leading the junior choir. A Christmas message is always looked forward to as part and parcel of this ceremonious gathering. JMTC was lucky first to have a praiseworthy civil servant of the country joining the church as a member with her family in the recent past. Her agreeing to give us the Christmas message was welcomed wholeheartedly by the President and the office bearers. Now, having heard the thought-provoking message from Mrs. C.G. Vaidyan, we have a new insight to Christmas and its implications to mankind. Thank you, Mrs. C.G. Vaidyan, for the thoughts you have planted in our minds today. With your message, I am reminded on an old saying from Charles Dickens: I will honor Christmas in my heart and try to keep it all through the year. Look at the decorations at the church for this festivity undertaken by our youths. They make us feel all is well. Thank you all. Sunil Joy Achan, we thank you and family for the keenness with which the event was planned and executed. We thank God for your being our vicar during these trying times. God bless you and family. In ending, let me wish you and members of your family a very Merry Christmas and a Happy New Year. Remember, there is nothing in this world so irresistibly contagious as laughter and a good humor. So during this Christmas time, if you find someone without a smile, give them one of yours. God bless you all. ഹല്ലേലൂയ 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 സ്തോത്രം കർത്താവേ, മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന ഞങ്ങളുടെ അടിയനും വലിയവനായ ഞങ്ങളുടെ ദൈവമേ, കർത്താവേ, പരിശുദ്ധ കന്യാമറിയാമിൽ ജനവരവ് ധരിച്ചിട്ട് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി നീ ഞങ്ങൾക്ക് വേണ്ടി അവതരിച്ചതിനായിട്ട് ഞങ്ങൾ എന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഈ നല്ല ദിവസം കർത്താവേ ക്രിസ്മസ് കരോളായിട്ട് ആഘോഷിക്കുവാൻ തക്കവണ്ണം ഈ 2020 ആണ്ടിലും ഈ മഹാമാരിയുടെ കാലയളവിൽ കർത്താവേ, ഞങ്ങളുടെ ഇടവകയായിട്ട് ഞങ്ങളെ അനുവദിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ ഞങ്ങൾ എന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നന്ദിയോ കർത്താവേ, കഴിഞ്ഞ 4 നൂറ്റാണ്ടിലേറെയായി ഈ പ്രദേശത്ത് ഇടവകയായി നിലകൊണ്ട് കർത്താവേ നല്ല സാക്ഷ്യം നിർവഹിക്കുവാൻ ഞങ്ങളുടെ ഇടവകയെ നീ സഹായിച്ച കൃപകൾക്കായിട്ട് സ്തുതിക്കുന്നു.
ഞങ്ങൾക്ക് കർത്താവെ ഇടവയ്ക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനായിട്ട് സ്തോത്രം ചെയ്യുന്ന കുടുംബമായിട്ട് നീ അനുഗ്രഹിക്കണമേ. നല്ല നേതൃത്വം നൽകി കർത്താവെ ഈ ഇടവകയെ ടോട്ടലായിട്ട് ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ, കർത്താവെ സാക്ഷികളായി ഈ പ്രദേശത്ത് നിലനിൽവാൻ തക്കവണ്ണം നിൻ്റെ ദാസനെ നീ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കൂടെ പ്രവർത്തിക്കുന്ന കർത്താവെ, സെക്രട്ടറി, ട്രസ്റ്റി, അങ്ങനെയുള്ള എല്ലാ കൈസ്ഥാന സമിതി അംഗങ്ങളെ എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇടവകയായിട്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുതുവത്സരത്തിലേക്ക് നോക്കി പാർക്കുന്ന ഞങ്ങൾ കർത്താവെ നിന്നോടുകൂടെ യാത്ര ചെയ്യുവാൻ, ഈ പ്രദേശത്ത് കർത്താവെ സാക്ഷ്യമുള്ള സേവനം ചെയ്തുകൊണ്ട് തിരുനാമത്തിനും മഹത്വങ്ങളും സ്തുതികളും കരയേറ്റുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾക്ക് ഈ അവസരം കർത്താവെ ഈ ക്രിസ്മസ് കാരോൾ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് ഇന്ന് നല്ല നല്ല പാട്ടുകൾ തന്ന് ഞങ്ങളെ സന്തോഷിപ്പിച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അവർക്ക് വേണ്ടതായ പരിശീലനം നൽകിയ പ്രിയ സാലിയാൻറ്റിക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ എത്ര അതിശയകരമായിട്ട് ഞങ്ങളെ വഴി നടത്തി കർത്താവേ. നല്ല നല്ല പാട്ടുകൾ പാടി ഞങ്ങളെ സന്തോഷിപ്പിച്ച തിരുനാമത്തിന് മഹത്വം കരയേറ്റിയ സീനിയർ ക്വയറിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിന് വേണ്ട പരിശീലനം നൽകിയ വിശാഖ് പട്ടശ്ശേരിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നീ അവരെ അനുഗ്രഹിക്കണമേ. കൂടുതലായിട്ട് വിവിധങ്ങളായ രംഗങ്ങളിൽ തിരുനാമത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് പാടുവാനും കർത്താവെ പ്രവർത്തിപ്പാനും അവരെ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ. കർത്താവെ പാഠഭാഗങ്ങൾ വായിച്ച പ്രിയപ്പെട്ടവർ അങ്ങനെ ഞങ്ങളെ സഹായിച്ച് എല്ലാവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസ സമൂഹത്തിനായിട്ട് സ്തുതിക്കുന്നു. കർത്താവെ ഈ ക്രിസ്മസ് കാരോൾ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ നടത്തുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഇടവയായിട്ട് അനുവദിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ നല്ലൊരു മെസ്സേജ് ഞങ്ങളുടെ ഇടവാംഗമായ പ്രിയപ്പെട്ട ദാസിയിൽ കൂടെ നീ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തുതിക്കുന്നു. കാലോചിതമായ ആ മെസ്സേജിൽ കൂടി കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ ഓരോരുത്തരെ രൂപാന്തരപ്പെടുവാൻ തക്കണം. പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ, ശക്തീകരിക്കണമേ. നിയോഗ വഴികളിൽ കർത്താവെ നിൻ്റെ സാക്ഷിയായി പ്രവർത്തിപ്പാൻ ദാസിയെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വീണ്ടും ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ നേതൃത്വം നൽകുന്ന അച്ഛന് കർത്താവെ നല്ല നേതൃത്വം തരുന്നതിനായിട്ട് അച്ഛനെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെല്ലാം കാക്കണമേ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ എവിടെയായിരുന്നാലും നിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഈ പുതുവത്സരത്തിലും ഞങ്ങളെ എല്ലാവരും സഹായിക്കുകയും ശക്തീകരിക്കുകയും വാഴ്ത്തുകയും നടത്തുകയും ചെയ്യണമേ. കൃപകളാൽ നിറച്ചാട്ട് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേകാ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും വാഴ്വുകളും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും നിങ്ങളുടെ ഭവനങ്ങളുടെ മേലും ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകാരായി തീർന്ന എല്ലാവരുടെ മേലും ഇപ്പോഴും എന്നേക്കും സദാകാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ ഗായക സംഘം പ്രസിദ്ധമായ സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന ഗാനം ആലപിക്കുന്നതാണ്. കാൻഡിൽ വെളിച്ചത്തിൽ ഈ മനോഹര ഗാനം ആലപിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്ന ആ കർത്താവ് നമ്മുടെ മധ്യേ വന്ന് ഉദിക്കുകയും ആ പ്രകാശം നമ്മളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു എന്നുള്ള അചഞ്ചലമായ വിശ്വാസത്തോടും ഉറപ്പോടും കൂടെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ, കോവിഡ് പ്രതിസന്ധിയിൽ നമുക്ക് മുന്നേറാം, ഒരുമിച്ച് മുന്നേറാം. ദൈവം അതിനായി നമ്മെ എല്ലാവരെയും തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൈലന്റ് നൈറ്റ് എന്ന ഗാനത്തോടുകൂടെ ഈ വർഷത്തെ ക്രിസ്മസ് കരോൾ സർവീസ് പൂർണ്ണമാകുകയാണ്. എല്ലാവർക്കും ഒരിക്കലൂടെ ക്രിസ്മസിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഇടവകയായി നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
Jesus.